നല്ലൊരു പുതപ്പ് ഞാൻ ഇവിടെ ഇട്ട് വെച്ചാന്ന് പറയുമ്പോ ആരാണ്ട് എടുത്തോട്ട് അങ്ങ് കിടക്കുവാ. അത്രേ ഉള്ളൊരു ഐഡിയം. നാളത്തെ കുറിച്ച് ആലോചിച്ചാൽ വളരെ വിഷമമാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്ന 105 വയസ്സുള്ള ജീവദാസൻ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനെ തേടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കാണാനാണ് വന്നത്. കൊല്ലം ജില്ലയിലെ കിഴക്കേ മാറനാടാണ് ജീവദാസൻ എന്ന അപ്പൂപ്പനുള്ളത്. അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ചോദിക്കാം എന്താണ് അപ്പൂപ്പന് സംഭവിച്ചത്. നമ്മള് ഇങ്ങനെ താമസിച്ചാൽ എങ്ങനെ? ശരിക്കും പറഞ്ഞാലേ ഈ പെരുമഴക്കാലത്ത് ഇങ്ങനെയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷം ഇത് പൊളിഞ്ഞു വീഴത്തില്ലേ? മലപ്പുറത്ത് നിന്ന് ഒരാൾ ഒരു സഹായം ചെയ്തിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് കെട്ടി വരിഞ്ഞ് അയാൾ തന്നതാ. കെട്ടി വരിഞ്ഞ് പായ, തലേണ, പിന്നെ ഒരു പുതപ്പ്, നല്ലൊരു പുതപ്പ് ഞാൻ ഇവിടെ ഇട്ട് വെച്ചാന്ന് പറയുമ്പോ ആരാണ്ട് എടുത്തോട്ട് 105 വയസ്സാണ് പ്രായം. പ്രായം ഇപ്പൊ 2 മാസം കൂടെ ഉള്ളു തികയാൻ. 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് 105 വയസ്സാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അടച്ചുറപ്പില്ലാത്തടത്ത് താമസിക്കാൻ എങ്ങനെയാണ്? അതിനുള്ള ധൈര്യം, മനോധൈര്യം പറഞ്ഞ അങ്ങ് കിടക്കുവാ. അത്രേ ഉള്ളൊരു ഐഡിയം. എന്തുവാ വല്ലതും ഉണ്ടോ? പിന്നെ എന്തെങ്കിലും അസുഖം ആയിപ്പോയ എന്ത് ചെയ്യും? അതിപ്പോ നാളത്തെ കുറിച്ച് ആലോചിച്ചാൽ വളരെ വിഷമമാണ്. അത് അന്വേഷിക്കാറില്ല. അന്നു കഴിഞ്ഞുകൂടുക. 105 വയസ്സ് ആലോചിച്ച് നോക്ക്. ഒരാഴ്ച ഒരു മനുഷ്യന്റെ എനിക്ക് വയ്യ. പുറത്ത് ഇറങ്ങിപ്പോയ ജീവിതം നടക്കും കേട്ടോ. നടക്കാൻ വയ്യ. വണ്ടിക്കൂലി കൊടുക്കാൻ കാശുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് കിടക്കും. ഇന്നലെ ഒരാൾ സൈഡില് ഈ മാറനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കിഴക്കേ മാറനാട് അല്ലേ? കിഴക്കേ മാറനാട് അമ്മുമ്മക്കാവിന്റെ സമീപത്ത് ഒരു വഴി ശരിക്കും പറഞ്ഞാല് ഇത്രയും ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഈ അപ്പൂപ്പന്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറെ നാള് മുമ്പേ വന്നതാണ്, എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതികള്, ഈ കാലാവസ്ഥകളും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വയ്യ. പിന്നെ മാസത്തില് ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴും പിറ്റേ 2ാമത്തെ മാസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഇത്തിരി പൈസ പെൻഷൻ എന്ന് പറഞ്ഞ് കിട്ടുക. അത്രയും ഒരു ആശയം നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ 105 വയസ്സ് വരെയുള്ള ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അദ്ദേഹം അരിയാഹാരം ഇല്ല കഴിക്കത്തില്ല. പയറ് മാത്രം. 60 വർഷം കൊണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു 2 വർഷം കൊണ്ട് ഗോതമ്പിന്റെ തീറ്റയാണ്. 60 വർഷം കൊണ്ട് പയറ് മാത്രം കഴിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് അങ്ങനെയാണ്. അതിനകത്ത് ഉപ്പും മുളകും പോലും ചേർക്കത്തില്ല. എരിവോ ഉപ്പോ ഒന്നും ചേർക്കാതെയാണ് കഴിക്കുന്നത് അല്ലേ? അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. അത് എന്നും നമുക്ക് പറയാൻ ഉറപ്പില്ല കേട്ടോ. പക്ഷെ കഴിക്കുന്നത് ഇങ്ങനെയുള്ളു. അപ്പൊ നമ്മള് എന്തെല്ലാം ഇല്ലാതാക്കിയെന്നറിയോ? ഉപ്പ്, മുളക്, ചീനി, മീന്, ചക്ക, മാങ്ങ എല്ലാം കാണുമ്പോ കഴിക്കാൻ തോന്നൂലേ? പണ്ട് കഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തല്ലേ, പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ല, രോഗങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം വെച്ചാല് ഡെയിലി ഒരു 15 കിലോമീറ്ററോളം നടക്കും അല്ലേ? എന്നും കണക്കില്ല. നമുക്ക് എവിടം വരെ പോകണം അവിടം വരെ പോകും. നടക്കും. പിന്നെ നടത്ത കുറച്ചേ ഉള്ളു, വണ്ടി സ്ഥലം വരെ. പിന്നെ വണ്ടി കയറി എന്നാലും അങ്ങ് നടക്കും. എന്നാലും വണ്ടി സ്ഥലം വരെ നടന്നേ പറ്റൂ. അപ്പൊ നമുക്ക് അറിയാം ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ അയലത്തുകാരിൽ നിന്നൊക്കെ കടം മേടിച്ചു. ഈ അടുത്ത വീട്ടുകാരനെ നല്ലപ്പഴ ഒരു 200 രൂപ ഇന്നലെ മേടിച്ച്, ഇന്നലെ തന്നെ സാധനം മേടിച്ച് അത് തീർന്നു പോയി. അദ്ദേഹത്തിന് കുറെ കിളികളുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ കിളികൾ കൂട്ടും. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലേ? അതെ, എന്റെ കൂട്ടുകാരവരാണ്. തിന മേടിച്ചു കൊടുത്ത്. കിളികളൊക്കെ എവിടെ പോയി? ഉണ്ടോ എല്ലാരും? കൂട്ടിനുള്ളിൽ കിളിയുണ്ട്. 4 എണ്ണം. ഒരെണ്ണത്തിന് 700 രൂപ വിലയാ. ഒരു കിളിക്ക് 700 രൂപ.
ഇപ്പൊ 4 കിളികളുണ്ട് അങ്ങനെ ആ വലയ്ക്ക്. 4 കിളികളുമായിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ വലുതായിട്ട് പറയാം എനിക്കൊക്കെ. സാമ്രാജ്യം അദ്ദേഹത്തിന് അതൊരു സാമ്രാജ്യം തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടം തോന്നും. കാരണം നോക്ക്, ഈ ഒരു ടാർപ്പയുടെ മറവില് ഇതിനകത്തേക്കൊക്കെ ഏതെങ്കിലും കാറ്റടിച്ച് വയ്യാണെങ്കിൽ അകത്തോട്ട് വെള്ളം വളരെ പ്രതികൂലമായ കാലാവസ്ഥ. ഞങ്ങളിവിടെ നിൽക്കുമ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. അത് 105 വയസ്സ് പ്രായമുള്ള ജീവദാസൻ എന്ന സ്വാമി. അദ്ദേഹം സ്വയം സ്വീകരിച്ചൊരു പേരാണ്. അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കുഞ്ഞിരാമൻ അല്ലേ പേര്? നേരത്തെ ഉള്ളത് കുഞ്ഞിരാമൻ. നേരത്തെയുള്ള പേരായിരുന്നു കുഞ്ഞിരാമൻ എന്ന്. ഇപ്പൊ അദ്ദേഹം ഈ വരുന്ന ഓണക്കാലം ആകുമ്പോ 105 വയസ്സാണ്. പഞ്ചായത്തുകാരെ ഇപ്പൊ 2 വയസ്സും കൂടെ ചേർത്തെടുത്തിരിക്കുക. കുഞ്ഞിരാമൻ ആൻഡ് ജീവദാസൻ. അങ്ങനെ കുഞ്ഞിരാമൻ ആൻഡ് ജീവദാസൻ എന്ന് പറഞ്ഞ് തിരക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് കൊല്ലം ജില്ലയിലെ കിഴക്കേ മാറനാട് വന്ന് തിരക്കിയാൽ ഈ ജീവദാസൻ അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ഇവിടെ വന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണുക. കാരണം അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഫോണില്ല. അദ്ദേഹത്തിന് ഫോണില്ല, കറണ്ട് ഇല്ല, ഒന്നും ഇല്ല ഈ വീടിനുള്ളിൽ. ശരിക്കും പറഞ്ഞാൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലം ജില്ലയിലെ കിഴക്കേ മാറനാട് വന്ന് അമ്മുമ്മക്കാവിനടുത്ത് ജീവദാസനെ തിരക്കിയാൽ മതി. നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ വന്ന് മാറനാടെന്ന് മാത്രമല്ല, എവിടെ നിന്ന് എന്റെ പേര് എന്നെ പറ്റി അന്വേഷിച്ചാൽ അറിയാം. ഇവിടെ നമ്മൾ വരുമ്പോഴേ നമുക്ക് ലൊക്കേഷൻ ഒന്നും വെക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ആ മാറനാട് ആ ഭാഗത്തെത്തുമ്പോഴേ ജീവദാസൻ അല്ലെങ്കിൽ 100 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പറയും അല്ലേ? മാതൃഭൂമിയിലുണ്ട്, മലയാള മനോരമയിലുണ്ട്, പിന്നെ എന്ന് വേണ്ട വീഡിയോയില് എല്ലാത്തിലും ഉണ്ട്. ഈ റേഡിയോയില് അല്ല മൊബൈലില് എല്ലാവരുടെയും മൊബൈലിലും കാണാൻ. പുത്തു ചെല്ലുമ്പോഴത്തേനും ആട്ടോക്കാരെല്ലാം അങ്ങ് തുടങ്ങും. ഒത്തിരി കാര്യമാണ് അദ്ദേഹത്തിന്, എല്ലാവർക്കും, നാട്ടുകാർക്കും ഒക്കെ. അപ്പോ ഏതായാലും അദ്ദേഹത്തെ കാണാനുള്ളവർ ഞാൻ പറഞ്ഞ വഴിയെ എത്തുക, അദ്ദേഹത്തെ കാണുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.